മോർണിംഗ്. അടുക്കളയെല്ലാം വൃത്തിയാക്കാൻ പോകണം. എങ്ങനെ കിടക്കേണ്ടത് നോക്കും. കുട്ടികളൊക്കെ പോയി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഓരോ ഡ്യൂട്ടികൾ. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്ന് മഴ വരും പോലെയുണ്ട്. വീടിൻ്റെ പാട്ട് നന്നായിട്ടുണ്ടാവും കേൾക്കാൻ. കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. അതാത് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പാത്രം എല്ലാം കഴുകി ക്ലീനാക്കി ഇനി എടുത്ത് വയ്ക്കണം. ഞങ്ങളുടെ വെൻസ്ഡേ മാർക്കറ്റിലെ ചീര വിളക്ക് വെച്ചു. ബാത്റൂമും എല്ലാം ക്ലീനിങ് കഴിഞ്ഞു. നമ്മുടെ ബാത്റൂം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് വയ്ക്കണം. തുണിയെല്ലാം കഴുകി ഉണങ്ങാനിട്ടു. ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് പുലാവാണ്. പുലാവിനുള്ള ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പുതിന, മല്ലിയില, ഉള്ളി, ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചു. ഒരു തക്കാളി. ഫസ്റ്റ് കുറച്ച് എണ്ണ വെച്ചു. ഏലക്കായ്, ബിരിയാണി പുലാവ് ഇല, പട്ട, കുറച്ച് ഒരു 2 ഉള്ളി ഇട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച മസാല, നെയ്യ് കുറച്ച് ആഡ് ചെയ്യാം. ഒരു തക്കാളിൻ്റെ പകുതിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിനി ക്യാരറ്റും ബീൻസും ഇടാം. ക്യാരറ്റും ബീൻസും ഇട്ടു. കുറച്ച് ഞാൻ വലുതായിട്ടാണ് കട്ട് ചെയ്ത്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ നമ്മുടെ ഇഷ്ടം. സ്മോളായി കട്ട് ചെയ്യാം, ബിഗായിട്ടും കട്ട് ചെയ്യാം. എങ്ങനെ സൗകര്യം അതുപോലെ ചെയ്യാം. ഇത്രയും ഇട്ടിട്ടുള്ള വെജിറ്റബിൾസ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ്സാണ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ സലാഡ് ഉണ്ടാക്കണം. മല്ലിയില അരയ്ക്കുമ്പോഴും ഇടാം, നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴും ഇട്ട് കൊടുക്കാം. ഇതിൽ 1 ഗ്ലാസ് ആയിരുന്നു. ഒന്നര ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. പുലാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യൂ. ഇഷ്ടമായ കമൻറ്റിൽ പറയൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെജ് കഴിക്കണവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. സാലാഡിന് ഇതൊരു കുക്കുംബറും പുളിയും. ബൈ. പുലാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളതുപോലെ ട്രൈ ചെയ്യൂ. ഓക്കെ, ചീര ഉപ്പേരിയും കൂടി തയ്യാറാക്കണം. ടുഡേ മോരിച്ചോറ്, തേങ്ങാ ചമ്മന്തി. വെരി നൈസ്. ഹെൽത്തിന് നല്ലതാണ് മോരിച്ചോറ്. ഇതിൽ കുറച്ച് പാലും ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ.